ഒരു ഗവൺമെന്റ് ആരംഭിച്ച് ഇന്ത്യ ഒന്ന് പച്ച പിടിച്ച് അതിന്റെ ഏറ്റവും ബാല്യനാളുകളിൽ ഇവർ കൽക്കട്ട തീസിസ് കൊണ്ടൊന്ന് രാജ്യത്ത് അട്ടിമറി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. ഈ സംഘപരിവാർ ശക്തികളെക്കാൾ കൂടുതൽ ഹിന്ദു മഹാസഭയേക്കാൾ കൂടുതൽ ഗാന്ധിജിയെയും നെഹ്റുവിനെയും രൂക്ഷമായി വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇവർ ഈ 2021 ആദ്യമായി ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്താൻ തീരുമാനിച്ചത്. ഈ 2021 അതായത് 73 വർഷം കഴിഞ്ഞിട്ട്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്ത്യ എന്നുള്ള ആശയത്തെ ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് യോജിച്ച് നിന്നിട്ടുള്ളത്? അവരും ഈ ഹിന്ദു മഹാസഭയും ഈ ഹിന്ദുത്വ ശക്തികളും എല്ലാം അന്ന് കോൺഗ്രസിനെതിരായിരുന്നു. അവരെല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ, RSSന്റെ വോട്ട് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല. ചില സമയത്ത് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ RSSന്റെ വോട്ട് തേടി ജയിച്ച് ജനപ്രതിനിധിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. എന്നിട്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെ സംസാരിച്ചു. അപ്പൊ ഇടതില്ലെങ്കിൽ ഇന്ത്യ എന്ത് സ്ഥാനമാണ് ഇടതിനുള്ളത്? കോൺഗ്രസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഒറ്റ മറുപടിയില്ല. ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താ? ഒറ്റ മറുപടിയാണ് ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസ് ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്ത് പ്ലാറ്റ്ഫോം? അതാണ് ഞങ്ങളുടെ ചോദ്യം. പിന്നെ ഇവരാണ് ഇപ്പോ മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തിയത് ആരാ? പഴയതൊന്നും ആരും മറക്കണ്ട. 1987 യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്നത് ആര്? എന്തെല്ലാം കേസുണ്ട്? ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിലെ കേസുകൾ പിൻവലിക്കുന്നുണ്ട്. എത്ര കേസ് പിൻവലിച്ചു? തമിഴ്നാട് ഗവൺമെന്റ് ക്യാബിനറ്റ് യോഗം തീരുമാനിച്ച് മുഴുവൻ കേസുകളും പിൻവലിച്ചു. ഇവിടെ ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. പൗരത്വ നിയമത്തോട് സ്നേഹമുള്ള ആള് എന്തുപറ്റി കേസ് പിൻവലിക്കായിരുന്നത്? BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ? UPA ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഈ അഹമ്മദ് സാഹിബ് അവിടെ കേന്ദ്രമന്ത്രിയായി ഇല്ലേ? കേന്ദ്രമന്ത്രി. അപ്പൊ എന്താ അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്? മതേതര ഭാരതത്തിന്റെ ചങ്കിലെന്നാണ് പറഞ്ഞത്. ഇവിടെ വേങ്ങര ഇലക്ഷനിൽ ജയിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അപ്പൊ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? മലപ്പുറത്തിന്റെ ഒരു വർഗീയ മനസ്സെന്ന് അല്ലെ? എല്ലാ വിഭാഗം ആളുകളുടെ വോട്ട് കിട്ടി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചു വന്നത്. അന്ന് ഈ പിണറായി വിജയൻ മന്ത്രിസഭാ അംഗം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തിരുത്തിയ മലപ്പുറത്തിന്റെ വർഗീയ മനസ്സാണോ? VD സതീശൻ പ്രതിപക്ഷ നേതാവ്.